6:30 മണിയോടുകൂടി വൈകിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വെടിയൊച്ച കേൾക്കുന്നത്. ആ സമയത്ത് ആഹാരം അവിടെ വിട്ടെറിഞ്ഞിട്ട് ബംഗറിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു. ആ ഒരു ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും അതിനുശേഷം 14 ദിവസം ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇന്നത്തെ BSFലുള്ള ആൾക്കാർക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രയാസങ്ങളാണ് ഞങ്ങൾ അനുഭവിച്ചത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അന്ന് കട്ടിലൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. തടി വെച്ചുണ്ടാക്കിയതും കമ്പ് വെച്ചുണ്ടാക്കിയതും ഉള്ള കട്ടിലാണ് ഞങ്ങൾ ബംഗറിനകത്ത് 14 ദിവസം ഞങ്ങൾ കഴിച്ചു കൂട്ടിയത്. രാത്രിയിൽ പെട്രോളിങ്ങിന് പോകുമ്പോൾ ഒരുപക്ഷെ തിരിച്ചു വരുമോ എന്നുള്ള ഒരു ആശങ്കയോട് കൂടിയായിരുന്നു. അന്ന് എനിക്ക് വയസ്സ് 21. അന്ന് പെട്രോളിങ്ങിന് പോകുമ്പോൾ തിരിച്ചു വരുമോ എന്നുള്ള ഒരു സംശയത്തോടുകൂടിയാണ് ഞങ്ങളെല്ലാം പോയിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇന്നും ജീവിച്ചിരിക്കുന്നത്. കാരണം ഏതാണ്ട് 400 മീറ്റർ അകലെ ഒരു ബോംബ് വീണതാണ്. ഞങ്ങൾ 7 പേര് പെട്രോളിങ്ങിന് പോയപ്പോൾ 400 മീറ്റർ അകലെ ഒരു ബോംബ് വീണ ഫ്ലൈറ്റ് വരുന്ന കണ്ടപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും പൊസിഷൻ എടുത്തു, താഴെ വീണു. അതുകൊണ്ട് മാത്രമാണ് ഇന്നും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ഒരു വലിയ കുഴിയാണ് അവിടെ കാണാൻ സാധിച്ചത്. ജീവിതത്തിൽ തീർച്ചയായിട്ടും യുദ്ധം ചെയ്ത് മരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്കതുണ്ടായിരുന്നു. ഇന്നും അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഇന്നും ഈ സ്റ്റേജിൽ ഈ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ എനിക്ക് അവസരം കിട്ടുക. എന്തായാലും ഇതിനെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി.